കേരളത്തെക്കുറിച്ചുള്ള ചില കാര്യങ്ങൾ പറയാൻ ആശിക്കുന്നത്. നമുക്കറിയാം നിരന്തരമായിരിക്കുന്ന പ്രകൃതിക്ഷോഭങ്ങൾ കൊണ്ട് ലോകം നിറയുകയാണ്. കേരളം എന്നല്ല, ഇന്ത്യ എന്നുള്ള, നോർത്ത് ഇന്ത്യ എന്നുള്ളതല്ല. ലോകത്തിലുള്ള സകല രാജ്യങ്ങളിലും അസാധാരണമായിരിക്കുന്ന കാലാവസ്ഥാ വ്യതിയാനങ്ങൾ നടക്കുകയാണ്. നമുക്കറിയാം സൗദി പോലുള്ള രാജ്യങ്ങളിൽ വെള്ളപ്പൊക്കം ഉണ്ടാകും. നമ്മുടെ ചെറുപ്പകാലങ്ങളിൽ കേട്ടുകേൾവി പോലുമില്ല. മരുഭൂമിയാണെന്നാണ് നമ്മൾ അറിയുന്നത്. ഇപ്പം നമുക്കറിയാം UAE മുഴുവനും വെള്ളപ്പൊക്കം, ഒമാൻ, ഖത്തർ എല്ലാം എന്താണ് കഠിനമായിരിക്കുന്ന വെള്ളപ്പൊക്കം കൊണ്ട്, അസാധാരണമായിരിക്കുന്ന മഴ കൊണ്ട് ദേശങ്ങളൊക്കെ വലയുകയാണ് ഇടയ്ക്കിടയ്ക്ക്. അപ്പോൾ നോക്കിയാൽ ഭൂമികുലുക്കങ്ങൾ ഇന്നവരെ വരൾച്ച ഉള്ളിടത്തെല്ലാം എന്താണ് മിക്കയിടങ്ങളിലും ഇപ്പോഴെന്താണ് വെള്ളം കൊണ്ടുള്ള അത് അതിതീവ്രമായിരിക്കുന്ന മഴയാണ്. പണ്ടൊരിക്കൽ ബ്രസീലിനെ പറ്റി ഇങ്ങനെ ഞാൻ കേട്ടു. ഒരു വർഷം പെയ്യേണ്ട മഴ മുഴുവനും, ഒരു ആർട്ടിക്കിൾ ഞാൻ വായിച്ചതാണ്, ഒരു വർഷം പെയ്യേണ്ട മഴ മുഴുവനും ഒരു ദേശത്ത് ഒറ്റ ദിവസത്തിൽ പെയ്തു. നോക്കി നമ്മുടെ ദേശത്തും അങ്ങനെ ഒരു വർഷം പെയ്യേണ്ട മഴ ഒരു ദിവസം പെയ്താളുടെ അവസ്ഥ എന്താണ്? അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ദൈവം എനിക്ക് എന്ന വെളിപ്പാടുകളും പ്രവചനങ്ങൾക്കും ഒത്തവണ്ണം ഞാൻ ചില കേരളത്തെ പറ്റി കണ്ട ഒരു കാര്യം ഇതിനകത്ത് അറിയിക്കുന്ന ആശിക്കുന്നത്. നമുക്ക് പിന്നെ കേരളത്തെക്കുറിച്ച് വിശ്വാസികളായിരിക്കുന്നവരെ ദൈവത്തിൻ്റെ ആത്മാവുള്ളവർ പ്രാർത്ഥിക്കണം. അവരുടെ പ്രാർത്ഥന കൊണ്ടാണ് കേരളം നിലനിൽക്കുന്നത് എന്നുള്ള കാര്യം മറ്റുള്ളവർക്ക് അറിയത്തില്ല. അവർ നമ്മളെ പരിഹസിച്ചുകൊണ്ടിരിക്കും. എന്നാൽ നോക്കി അതിനകത്ത് വലിയൊരു വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കേരളത്തിലെ 2 ജില്ലകളെ ഓർത്ത് നിങ്ങൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണം. അതായത് പ്രകൃതിക്ഷോഭങ്ങളും ഭയങ്കര നാശങ്ങളും ഉണ്ടാകുവാൻ സാധ്യതയുള്ള, ഇത് ദൈവമല്ല ചെയ്യുന്നത്, ഇത് ലോകാവസാനത്തിൽ സാത്താൻ്റെ പ്രവൃത്തികളാണ്. അതായത് മലപ്പുറം, പത്തനംതിട്ട ജില്ലകളെ ഓർത്ത് ഇത് വിശ്വസിക്കുന്നവർ പ്രാർത്ഥിക്കുക. നിങ്ങൾ അതിനെ അതിനെ വിമർശിക്കേണ്ട കാര്യമൊന്നുമില്ല. അത് നിങ്ങൾ വിശ്വസിക്കുന്നവരത് പ്രാർത്ഥിക്കുക. മലപ്പുറം, പത്തനംതിട്ട ജില്ലകളെ ഓർത്ത് പ്രാർത്ഥിക്കണം. കാരണം ഈ 2 ജില്ലകൾ അസാധാരണമായിരിക്കുന്ന പ്രകൃതിക്ഷോഭങ്ങളാൽ വരും കാലങ്ങളിൽ വലയാൻ സാധ്യതയുണ്ട്. എന്നെ ദൈവം ഒരിക്കലും ഒരു സ്വരമായിട്ട് ഇങ്ങനെ ഒരു ടി വിക്കകത്തോട്ട് ന്യൂസ് കാണിക്കുന്നതായിട്ട് വർഷങ്ങൾക്ക് മുമ്പ് കാണിച്ചൊരു ദർശനമാണ്. പത്തനംതിട്ട ജില്ലയുടെ കിഴക്കൻ ഏരിയയിൽ വെച്ചാൽ മലയോര ദേശങ്ങളിൽ ഒരു ദിവസം 72.1 സെൻറ്റിമീറ്റർ മഴ പെയ്യുമെന്ന് തന്നെ കാണിച്ചു. ഒറ്റ ദിവസം കൊണ്ട് 72 സെൻറ്റിമീറ്റർ മഴ നമ്മുടെ പത്തനംതിട്ട ജില്ലയുടെ കിഴക്കൻ ദേശങ്ങളിൽ ചെയ്തു കഴിഞ്ഞാൽ പ്രിയപ്പെട്ട പത്തനംതിട്ട ജില്ലയിലെ ഒരുമാതിരി പെട്ട ഭാഗങ്ങളെല്ലാം നശിച്ചു പോകും. അതുകൊണ്ട് ആൾക്കാരെന്ത് പറഞ്ഞാലും നമ്മളെന്താണ് അത് ഇപ്പം നിങ്ങളാരും പ്രാർത്ഥിച്ചില്ലെങ്കിൽ ഞാൻ അന്നോട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. ഹൃദയത്തിൽ വേദനയോട് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. ദൈവം അത് മാറ്റിക്കളയോ, അത് ദൈവത്തിൻ്റെ ഇഷ്ടം. ദൈവത്തിലാണ് പരമാധികാരം. എങ്കിലും ദൈവം എനിക്ക് അന്ന് ദർശനങ്ങളെ ഞാൻ ഒരിക്കലും മാനസികമായിട്ടുള്ള കാര്യങ്ങളാണെന്ന് ചിന്തിക്കുന്നില്ല. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ വരുവാനിരിക്കുന്ന കാര്യങ്ങളെ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവർക്ക് ദൈവം കാണിച്ചു കൊടുക്കുന്നു. ഞാൻ ഇത് ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്നു. അത്രയേ ഉള്ളപ്പോൾ ഈ ഒരു വിഷയത്തെ ഓർത്ത് മലപ്പുറം, പത്തനംതിട്ട ജില്ലകളെ ഓർത്തെങ്കിൽ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണം. കേരളത്തെക്കുറിച്ചുള്ള ചില കാര്യങ്ങൾ പറയാൻ ആശിക്കുന്നത്. നമുക്കറിയാം നിരന്തരമായിരിക്കുന്ന പ്രകൃതിക്ഷോഭങ്ങൾ കൊണ്ട് ലോകം നിറയുകയാണ്. കേരളം എന്നല്ല, ഇന്ത്യ എന്നുള്ള, നോർത്ത് ഇന്ത്യ എന്നുള്ളതല്ല. ലോകത്തിലുള്ള സകല രാജ്യങ്ങളിലും അസാധാരണമായിരിക്കുന്ന കാലാവസ്ഥാ വ്യതിയാനങ്ങൾ നടക്കുകയാണ്. നമുക്കറിയാം സൗദി പോലുള്ള രാജ്യങ്ങളിൽ വെള്ളപ്പൊക്കം ഉണ്ടാകും. നമ്മുടെ ചെറുപ്പകാലങ്ങളിൽ കേട്ടുകേൾവി പോലുമില്ല. മരുഭൂമിയാണെന്നാണ് നമ്മൾ അറിയുന്നത്. ഇപ്പം നമുക്കറിയാം UAE മുഴുവനും വെള്ളപ്പൊക്കം, ഒമാൻ, ഖത്തർ എല്ലാം കഠിനമായിരിക്കുന്ന വെള്ളപ്പൊക്കം കൊണ്ട്, അസാധാരണമായിരിക്കുന്ന മഴ കൊണ്ട് ദേശങ്ങളൊക്കെ വലയുകയാണ് ഇടയ്ക്കിടയ്ക്ക്. അപ്പോൾ നോക്കിയാൽ ഭൂമികുലുക്കങ്ങൾ ഇന്നവരെ വരൾച്ച ഉള്ളിടത്തെല്ലാം